നല്ലൊരു അടിപൊളി മഴയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളായിരിക്കുന്നു വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണേ വന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാനൊക്കെ ഒരു ടൈം എടുത്തു. അതാണ് വോയിസ് ഓവർ ചെയ്യാൻ താമസിച്ചത്. ഈ വീഡിയോ ഒരു വീക്കിലെ 2-3 ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനിങ്ങനെ പുറത്ത് പോകുന്നതും ഇങ്ങോട്ടേക്ക് വന്നതും, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നതും അങ്ങനെയായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് തുടരും മൂവി റിലീസായിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പയ്ക്കും അമ്മയ്ക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, കുഞ്ഞുള്ളതുകൊണ്ട്. കുഞ്ഞല്ലേ, അപ്പം സൗണ്ടൊക്കെ നല്ല സൗണ്ടായിരിക്കത്തില്ലേ. അതുകൊണ്ട് ഞങ്ങൾ 4 പേരും പോയില്ല. പപ്പേനെയും മമ്മേനെയും തിയേറ്ററിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഒന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി ടൈം ഉണ്ടല്ലോ, ഒരു 2-2.5 മണിക്കൂർ ഉണ്ടല്ലോ. അപ്പം ഞാനും ലൂക്കാച്ചനും ഹസ്ബൻഡിൻ്റെ പേര് ജോബിൻ എന്നാണ്, ഞാൻ ജോന്നാ വിളിക്കുക. അപ്പോൾ ഇനി മുന്നോട്ട് ഞാൻ അങ്ങനെയായിരിക്കും പറയുക. അങ്ങനെ ബീച്ചിൽ പോകുന്ന വഴിക്ക് ഒരു ലൈം സോഡയും സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇസ വന്നതിന് ശേഷം ആദ്യമായിട്ടൊരു ഔട്ടിങ് പോലെ പോകുന്നു. അല്ലെങ്കിൽ ഒന്നുകിൽ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങ് വരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര കാറ്റായിരുന്നേ. ബീച്ചിൽ പൊതുവെ കാറ്റുണ്ട്, പക്ഷെ വൈകുന്നേരം ആയതുകൊണ്ടാണോന്നറിയില്ല, നല്ല കാറ്റായിരുന്നു. അതുകൊണ്ടായിരിക്കും മിക്കവാറും അവൾ ഭയങ്കര കരച്ചില്ലായിരുന്നു. എനിക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ആദ്യം അകത്തേക്ക് പോകുന്നു, ഇവരെ ഒന്ന് കൊച്ചിനെ കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അകത്ത് വന്നു കഴിഞ്ഞിട്ട് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ അവളെയും കൊണ്ട് പുറത്ത് പോയി കുറേ നേരം വണ്ടിയിലൊക്കെ ഇരുന്ന് പിന്നെ ഉറങ്ങിയ ശേഷമാണ് ഞാൻ പിന്നെ അകത്തോട്ട് വന്നത്. അപ്പോഴത്തേക്കും ലൂക്കാച്ചനും പപ്പയും കൂടെ ഇതിലൊക്കെ പോകുന്നുണ്ടായിരുന്നു, കളിയും. അപ്പോൾ ഇവനിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എവിടെ ഉണ്ടെങ്കിലും ഇതിൽ മാത്രമേ കയറുള്ളൂ, ബാക്കിയെല്ലാം പേടിയാണ്. ഇതിലാദ്യം പേടിയായിരുന്നു, പിന്നെ എന്തോ ഇഷ്ടമായി. അപ്പോൾ ഇതെവിടെ കണ്ടാലും അതേ കയറാൻ പോകും. വേറെ ഏത് റൈഡാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അവന് മാറിപ്പോകും. അവന് പേടിയാണ്. അപ്പം ആ ട്രെയിനെ കണ്ടപ്പോൾ അതിൽ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കയറിയൊന്നുമില്ല. അങ്ങനെ ഈ ബീച്ചിൽ കുതിര, ഒട്ടകം ഒക്കെ ഉണ്ടാവില്ല, സവാരി ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്കതിൽ കയറി ഇങ്ങനെ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ ഒരു തവണ പോയിട്ടുണ്ട് കുതിരയിൽ. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ ഊട്ടി പോയപ്പോഴാണെന്ന് തോന്നുന്നു. പക്ഷേ അത് ഒരു പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പോയതൊന്നും അല്ലാത്തതുകൊണ്ട് ഒരു എൻജോയ് ചെയ്യാൻ കിട്ടില്ല, ഒരു പേടിയായിരുന്നു, ഇതെങ്ങാനും ഓടിപ്പോയാലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പം എപ്പോഴെങ്കിലും ഒന്ന് കയറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന്, മൈൻഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട്. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ വട്ടം കറങ്ങുന്നത്, എന്താ അതിൻ്റെ പേരെന്താ, ആകാശഊഞ്ഞാലാണെന്ന് തോന്നുന്നു, നിങ്ങളുടെ പറയുന്നത്. അപ്പോൾ അതിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിതുവരെ നടന്നിട്ടില്ല. കാരണം 7ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ എപ്പോഴും എനിക്ക് ഓർമ്മയില്ല, ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പം ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. കണ്ണൂരാണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അത് പേടിയായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കയറണമെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അവൾക്ക് കയറാൻ ഭയങ്കര പേടി. അപ്പോൾ ഞാനും കയറിയില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞ് കുറച്ച് നാളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കി, എന്താ ഞാനതിൽ കയറാൻ, എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നല്ലോ. അപ്പോൾ അത് പിന്നെ എനിക്ക് ഭയങ്കര റിഗ്രറ്റായി. പിന്നെ എനിക്കതിൽ കയറാൻ ഒരു അവസരം കിട്ടില്ല. പക്ഷെ കാണാം, അങ്ങനെ പോകുമ്പോഴൊക്കെ കാണും, സർക്കസിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കാണും. പക്ഷേ കയറാൻ ഇതുവരെ ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇനി എപ്പോഴേലും കയറണം. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവർ അപ്പയും അമ്മയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ വിഷയമൊന്നും ഞാൻ എടുത്തില്ല. ഇത് പിറ്റേന്ന് കേട്ടോ, പിറ്റേന്ന് ഞാൻ ജോൻ്റെ വീട്ടിലേക്ക് പോവാണേ. അപ്പോൾ ഞങ്ങളൊരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി. കാരണം ഉച്ച കഴിഞ്ഞ് നല്ല മഴയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ. കുറച്ച് ദൂരമുണ്ട്, ഒരു 2.5-2.25 മണിക്കൂറുണ്ട്. പിന്നെ കുട്ടികളെയൊക്കെ വെച്ച് പോകുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ കൂടും, ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങി. ഇത് നമ്മുടെ നല്ല രസമുണ്ടല്ലേ റോഡ് കാണാനായിട്ട്. 6 വരിയാക്കുന്നതിൻ്റെ കുറേയൊക്കെ ശരിയായിട്ടുണ്ട്. ചില ഏരിയകളിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഞ്ച് കഴിക്കാനായിട്ട് കുറേ സ്ഥലമൊക്കെ നോക്കി മടുത്തു. എവിടെയും കാണുന്നില്ല. കുറച്ച് സ്ഥലം കാണുമ്പോഴത്തേക്കും അത് ഒരു ഭംഗി തോന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു 1:30 ഒക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ കഴിച്ചത് ചോറാട്ടോ. അവർ ബിരിയാണി കഴിച്ചു, ജോയും ലൂക്കാസും കൂടി ബിരിയാണിയാണ് കഴിച്ചത്. ഇവളാണ് സമ്മതിക്കുന്നില്ല. ഇനി ഫുഡെല്ലാം വന്ന് ഞാനിങ്ങനെ കൈയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വൈക്കത്തോട്ട് വെക്കുമ്പോഴത്തേക്കും കരയാൻ തുടങ്ങി.
പിന്നെ അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് അവിടെ കിടത്തി അങ്ങനെയൊക്കെയോ കുറച്ച് നേരം അവളെ നോക്കിയിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡ് ഞാൻ വേഗം കഴിച്ചിട്ടു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അങ്ങനെ കാര്യമായിട്ട് എൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ പറ്റില്ല. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും, പിന്നെ അവൾ കാറും, പിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടക്കും. ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അപ്പം ഞാൻ വേഗം ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. മുന്നെയൊക്കെ എപ്പോൾ പുറത്ത് പോയാലും ബിരിയാണി കഴിക്കാനായിരുന്നു ഇഷ്ടം. ഇപ്പം മാറി ഇപ്പോൾ ചോറിലേക്ക് എന്താ അത് തള്ളവൈബാണോ? ഇപ്പോൾ ചോറ് കഴിക്കാനാണ് ഇഷ്ടം. ചോറും നല്ല മീൻ പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ വിശാൽ. പിന്നെ ഇപ്പോൾ ഇതാ നാട്ടിലേക്ക് എത്തി കേട്ടോ. നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് എത്തി. അപ്പം കുറച്ച് ഫ്രൂട്ട്സും വീട്ടിലേക്ക് എന്തെങ്കിലും വെജിറ്റബിൾ വേണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. ഞങ്ങളൊരു 4:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നേ. ഇതാട്ടോ ജോൻ്റെ വീടും പരിസരമൊക്കെ. വീടിൻ്റെ പരിസരമൊക്കെ ഞാൻ മുന്നേ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ച് നേരമൊക്കെ കുട്ടീനെ കാണാനായിട്ട് കുറച്ചായി കണ്ടിട്ട്. അവിടെ വന്ന് കഴിച്ച് നേരമൊക്കെ എല്ലാം എടുത്തുകൊണ്ട് നടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര കൊതിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അപ്പം കുട്ടീൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം കിട്ടുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പുറത്തൂടെ എല്ലാം നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞങ്ങളൊരു ഷോപ്പിൽ കയറി കേട്ടോ. ജോയ്ക്ക് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം കൊച്ചൻ ഇതിലെയൊക്കെ ഓടി നടക്കുന്നു. വലിയ വികൃതിയൊന്നുമില്ല, എന്നാലും ഇങ്ങനെ നമ്മൾ കണ്ണു പാളിയാൽ ഇതിലേലും പോയാലും അങ്ങനെ കുട്ടി കുറുമ്പൊക്കെ ആയിട്ട് അവനിങ്ങനെ നടക്കുന്നു. കൊച്ചിൻ്റെ കയ്യിലാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്ത് ഇത് ഞാൻ അന്നെടുത്ത ഡ്രസ്സ് തന്നെയാണല്ലോ എന്ന്. വേറെ ഡ്രസ്സ് ഇടാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അയൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് തന്നെ അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ച് അതിട്ടുണ്ട് പോയതാണേ. അപ്പോൾ എല്ലാ പരിപാടിയും കൂടെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും നല്ല ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പും ഉണ്ട്. ഇസയ്ക്ക് നല്ല ഉറക്കമാണ്. ലൂക്കാച്ചന് ഉറക്കം വന്നു തുടങ്ങി, വിശക്കുന്നുമുണ്ട്. അപ്പം നമ്മൾ ടൗണിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു ആദ്യം, പക്ഷേ പാർക്കിംഗ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുമായിരിക്കത്തില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരുടെയാണെന്ന് തോന്നുന്നു ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. കുറച്ച് നല്ലതാണ്, നല്ല ഫുഡൊക്കെ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ വിചാരിച്ചു. നല്ല മഴ പിടിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. ഉച്ച ടൈമല്ലേ. ഇപ്രാവശ്യം ഞാനും ബിരിയാണി പറഞ്ഞ്. ലൂക്കാച്ചന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തത്. ലൂക്കാച്ചൻ തന്നെ വാരിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ബിരിയാണി കൊള്ളായിരുന്നു, പക്ഷേ എനിക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചത് ചിക്കൻ എനിക്ക് അത്ര പിടിച്ചില്ല. എന്താ അറിയില്ല, കുറച്ചുകൂടി ഒന്നുകൂടെ ഫ്രൈ ആവാനുള്ള പോലൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ഇസേനെ വിളിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ ചോദിച്ചു കുട്ടീനെ പിടിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു സോഫയുള്ള സ്ഥലമുണ്ടായിരുന്നു, പക്ഷെ അവിടെ നല്ല ആളുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവളെയും കൈ പിടിച്ച് ഞാൻ വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല ഇലയിൽ ഊണ് കിട്ടുമായിരുന്നേ. പക്ഷെ എനിക്കെന്തോ അന്നത്തെ ദിവസം എനിക്ക് ബിരിയാണി കഴിക്കാനാണ് തോന്നി. അതുകൊണ്ട് പിന്നെ ഇനി എപ്പോഴേലും പോകുമ്പം ഇലയിൽ ഊണ് കഴിക്കണം ഒരു നല്ലൊരു ആഗ്രഹമാണ്. എനിക്ക് ഈ ഇലയിൽ ബിരിയാണി കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഒരു തവണ കഴിച്ചിട്ടുള്ളൂ. അതൊന്ന് പറശ്ശിനിക്കടവാന്ന് തോന്നുന്നു. പറശ്ശിനിക്കടവ് എവിടെയോ എനിക്ക് ഇലാന്ന റെസ്റ്റോറൻറ്റ് പേര്. ഇലാന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് എനിക്ക് ഫുഡ് കിട്ടിയത്. നല്ല ഇലയിൽ നല്ല ബിരിയാണി, നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ബീട്രൂട്ടിൻ്റെ അച്ചാറും ഉണ്ടായിരുന്നു.
അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്ന് കുറച്ച് ദൂരമുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയായിട്ട് അങ്ങോട്ട് പോകണ്ടല്ലോ, എപ്പോഴേലും പോകുമ്പോൾ കഴിച്ച് നോക്കണം. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയേ. ഇതിവിടുത്തെ പൂച്ചയല്ല കേട്ടോ, ഇവിടെ ഒരു 3-4 പൂച്ച ഇങ്ങനെ വരുന്നുണ്ട്. അത് എവിടുത്തെയാണെന്ന് തന്നെ ആർക്കും അറിയത്തില്ല. എല്ലാ വീട്ടിലേക്കും ഈ പൂച്ചകളിങ്ങനെ പോകും. അപ്പോൾ ഇവിടെ വന്നപ്പം ലൂക്കാച്ചൻ ഇതിന് ഫുഡെല്ലാം കൊടുക്കും. എൻ്റെ വീട്ടിൽ പൂച്ചയൊക്കെ വരുവാണെങ്കിൽ അതിനൊക്കെ ഓടിച്ചു വിടും. ഇത് നല്ല ഫുഡെല്ലാം കൊടുക്കും. എല്ലാവരെയും കൊണ്ട് വിളിപ്പിച്ച് അതിന് ഫുഡെല്ലാം കൊടുക്കാൻ പറയും. അങ്ങനെ പിന്നെ കരിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതൊക്കെ കുടിച്ചു. പിന്നെ ഞാനും ലൂക്കാച്ചനും കൂടിയിട്ട് ഇച്ചിരി വൈകുന്നേരം അപ്പോൾ ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. ആ മഴയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും ലൂക്കാച്ചനും കൂടി ഇങ്ങനെ പറമ്പിലേക്കൊക്കെ ഇങ്ങനെ പോയി. ഇവിടെ നല്ല രസമാണ് കേട്ടോ, പറമ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെപ്പോഴും ഞാൻ കാണിച്ചു തരാവേ, ഏതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.